أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنه من سليمان وإنه بسم الله الرحمن الرحيم സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ, സഹോദര സഹോദരിമാരെ, റഹ്മാനും റഹീമുമായ റബ്ബിന്റെ നിയമങ്ങളും വിധിവിലക്കുകളും കഴിവിന്റെ പരമാവധി ജീവിതത്തിന്റെ എല്ലാ അവസരങ്ങളിലും ഒരുപോലെ കാത്തു സൂക്ഷിക്കണമേ എന്ന് ആമുഖമായി സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പൊരുത്തത്തിലായി ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ നമ്മെ ചേർക്കുകയും അങ്ങനെ തന്നെ ഭൗതിക ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ഒരു സത്യവിശ്വാസി എന്നുള്ള നിലയ്ക്ക് അവന്റെ നാവിലും ഹൃദയത്തിലും എപ്പോഴും ഉണ്ടാകേണ്ടുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ അത്യുത്കൃഷ്ടമായ ഒരു വചനത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഖുതുബയിൽ നമ്മൾ ഉണർത്തുന്നത്. ഒരു വേള നമുക്കെല്ലാം കാണാതെ അറിയുന്ന, എന്നാൽ അതിന്റെ പ്രാധാന്യം അത്ര തന്നെ മനസ്സിലാക്കാത്ത ആളുകളാണ് നമ്മളിൽ അധികം ആളുകൾ. ഞാൻ പറഞ്ഞു വരുന്നത് പരിശുദ്ധ ഖുർആനിലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന മഹത്തായ വചനമാണ്. നമുക്കെല്ലാവർക്കും അറിയാം പരിശുദ്ധ ഖുർആൻ എത്രത്തോളമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രാധാന്യമുള്ളത് എന്ന് ഞാൻ പറയേണ്ടതില്ല. ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് മാർഗദർശകമായി അല്ലാഹു ഇറക്കിയിട്ടുള്ള പരിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ഈ വചനം കൊണ്ടാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയിലെ ആദ്യ ഭാഗം തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ്. ഇതിന്റെ അർത്ഥം ഞാൻ പറയാതെ തന്നെ എന്റെ മുമ്പിലിരിക്കുന്ന എല്ലാവർക്കും അറിയാം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു എന്നാണ് അതിന്റെ ആശയം. എന്താണ് ഈ വചനത്തിന്റെ അർത്ഥമെന്നും ആശയമെന്നും പ്രാധാന്യമെന്നും എന്നുള്ളതാണ് നമ്മൾ വിശദീകരിക്കുന്നത്. എന്തിനാണ് ബിസ്മി? ഒന്നാമത്തെ ചോദ്യം അതാണ്. നമ്മൾ ഇസ്ലാമിൽ ഓരോ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായൊരു വിശാലമായ ഒരു ആലോചന നടത്തിയാൽ ഒരുപാട് പൊരുളുകൾ നമുക്കതിൽ കാണാം. ഇപ്പൊ ബിസ്മിയുടെ വിഷയം പറയുകയാണെങ്കിൽ എന്തിനാണ് ബിസ്മി എന്നൊരു ചോദ്യം നമ്മോട് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? നമ്മൾ എന്താണ് പറയേണ്ടത്? അതിന്റെ പൊരുൾ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിൽ പറഞ്ഞ മഹത്തായ ഈ വചനത്തിന്റെ ശ്രേഷ്ഠതകൾ വിശദീകരിക്കുന്ന ഭാഗത്ത് ഉലമാക്കൾ പറയുന്നത് കാണാം. മുസ്തഈനം ബില്ലാഹ്. എന്തിനാണ് ബിസ്മി എന്നുള്ളതിന് ഉത്തരാണ് മുസ്തഈനൻ ബില്ലാഹ്. ഒരടിമ എന്നുള്ള നിലക്ക് നമ്മൾ അല്ലാഹുവിൽ ഡിപ്പെൻഡഡാണ് എല്ലാ നിലക്കും. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനോട് സഹായം തേടിക്കൊണ്ടും മുൽത്തമിസൻ അൽ ബറക, അല്ലാഹുവിന്റെ ബറക്കത്തിനെ, അനുഗ്രഹത്തെ തേടിക്കൊണ്ടുമാണ് ഞാൻ ആരംഭിക്കുന്നത് എന്നാണ് അതിന്റെ ആശയം. കഴിഞ്ഞ ഖുതുബയിൽ ചെറിയൊരു ഭാഗം ഞാൻ പറഞ്ഞു.
ബറക്കത്ത് എന്ന് പറഞ്ഞാൽ നന്മയുടെ വർധനവിനാണ്, ഖൈറിന്റെ വർധനവിനാണ് ബറക്കത്ത് എന്ന് പറയുക. 100 രൂപ കിട്ടിയാല് 1000 റുപ്യന്റെ ആവശ്യങ്ങളോട്ട് നടക്കും. 1 മണിക്കൂർ കിട്ടിയാല് കുറെ മണിക്കൂറുകൾ കൊണ്ടുള്ള പണികൾ ആ സമയം കൊണ്ട് എടുത്തു തീരും. ചില ആളുകൾക്ക് ചിലപ്പോൾ 4, 5, 6 മക്കളൊന്നും ഉണ്ടാവില്ല. അള്ളാഹു ആണും പെണ്ണുമായിട്ട് കൊടുത്തത് ഒന്നേ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ മകനെ കൊണ്ട് മകളെ കൊണ്ട് ധാരാളം ഖൈറുകൾ ഉണ്ടാവും. അങ്ങനെ ധാരാളം കാര്യങ്ങൾ, ചെറുതാണെങ്കിലും ഒരുപാട് ഖൈറുകൾ അതുകൊണ്ട് കിട്ടും. അതാണ് ബറക്കത്ത് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എന്ത് കാര്യം തുടങ്ങുമ്പോഴും നമുക്കതിൽ ബറക്കത്ത് വേണം. ആ ബറക്കത്ത് കിട്ടാനാണ് മുസ്തഈനം ബില്ലാഹ്, അള്ളാഹുവിനോട് നമ്മൾ സഹായം അഭ്യർത്ഥിക്കുകയാണ്. എന്തിനെ? അള്ളാഹുവേ, ഞാൻ ഈ തുടങ്ങുന്ന കാര്യം എന്താണോ അതിൽ നീ ബറക്കത്ത് തരണം. ആ ബറക്കത്ത് തേടുന്ന തേട്ടമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ. അത് എല്ലാ നല്ല കാര്യത്തിന്റെയും ആദ്യത്തിൽ നമ്മോട് പ്രത്യേകം അത് ചൊല്ലാൻ പറഞ്ഞതായി നമുക്ക് കാണാം. കാരണം എന്താണെന്നറിയോ? അത് മാത്രമല്ല, നമ്മുടെ ഒരു വിനയത്തിന്റെ അടയാളം കൂടിയാണ്. അള്ളാഹുവിനോട് സഹായം തേടുകയാണല്ലോ അത്. അള്ളാഹുവേ, ഞാൻ എത്ര ഉയരങ്ങളിൽ എത്തിയാലും ഞാൻ ഒരിക്കലും എന്റെ സ്വന്തം കഴിവിനാൽ ജീവിച്ചു പോകുന്നവനല്ല. അപ്പൊ ഇന്ന് അദ്കാർ ചൊല്ലിയ ആൾക്കാരുണ്ടാവുമല്ലോ, നമ്മൾ അതിൽ പരാമർശിച്ചു പോയൊരു ഭാഗം എന്താണ്? അള്ളാഹുവേ, എന്റെ കണ്ണ് അടഞ്ഞു തുറക്കുന്ന ചെറിയൊരു സമയമുണ്ടല്ലോ, അല്ലെ? തുറഫത്ത് ഐൻ എന്ന് പറയാം. വലാ തക്കിൽനീ എന്നാണ് നമ്മൾ പറയണത്. ആ സമയത്തെ, ആ ചെറിയ സമയത്തെ പോലും എന്നെ നീ എന്റെ കാര്യം ഏൽപ്പിക്കരുത്, എന്നെ എന്റെ കാര്യം ഏൽപ്പിക്കരുത്. നമ്മുടെ പള്ളിയിൽ സ്ഥിരമായി വരുന്ന ഖുർആൻ ക്ലാസ്സുകൾക്കും അതുപോലെ തന്നെ നമ്മുടെ വിജ്ഞാന സദസ്സുകളിലും എന്റെ ഇടതുഭാഗത്ത് ചെയറിലിരുന്ന് ഞാൻ കാണുന്ന ഒരു സ്ഥിരം സാന്നിധ്യമായൊരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബം എന്നോട് മിമ്പറിൽ കയറുമ്പോൾ പറഞ്ഞത്, ഉസ്താദ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ്. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഭാര്യയൊക്കെ കൂട്ടിയിട്ട് പള്ളിയിൽ വരുന്ന ആളാണ്. ആ സഹോദരന്റെ മുഖത്തിന്റെ ഒരു ഭാഗം മുഴുവൻ കോടിപ്പോയിരിക്കണം, ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നിരിക്കണം. 3 മാസം കഴിയാതെ റീക്കവർ ആവില്ല എന്ന് പറയുന്നത്. ഏതോ ഒരു ഞരമ്പിന്റെ എന്തോ ഒരു പ്രോബ്ലം. പഠിച്ചോനെ, എന്റെ ജീവിതത്തിന്റെ ഒരു കാര്യവും നീ എന്നെ ഏൽപ്പിക്കരുത്. എന്റെ മുമ്പിലിരിക്കുന്ന എന്റെ ഖുർആൻ പഠിതാക്കൾ എന്റെ കുടുംബമാണ്. എന്റെ വിജ്ഞാന സദസ്സിൽ വന്നിരിക്കുന്നവർ എന്റെ കുടുംബത്തെക്കാൾ ഞാൻ സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ ചെറിയ സർവീസിനിടയിൽ എനിക്ക് കിട്ടിയ സകല സദസ്സുകളിലും പ്രയാസങ്ങൾ കൊണ്ട് ഉഴലുന്ന നമ്മുടെ കുടുംബത്തെ ഞാൻ ഓർക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ഈ മുമ്പിലിരിക്കുന്ന ഓരോ മുഖങ്ങളും സ്ഥിരം വെള്ളിയാഴ്ച എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ആളുകളാണ്. നിങ്ങൾക്കൊക്കെ വേണ്ടി നമ്മുടെ പോലെയുള്ള ആളുകളുടെ ദുആ ഉയരാറുണ്ട്. ആ സഹോദരന് വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ എത്രയും പെട്ടെന്ന് ശിഫ നൽകുമാറാകട്ടെ. ആ പ്രയാസം നൽകിയ റബ്ബിന് തന്നെ അതിനെ വളരെ സിമ്പിളായി ദൂരീകരിക്കാൻ കഴിയും. റബ്ബ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഖൈറായ രൂപത്തിൽ ഇടപെടുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പള്ളിയിൽ സ്ഥിരമായി വരുന്ന ഒരു സഹോദരന്റെ കുടുംബത്തിലെ ഒരു യുവ സഹോദരന് സ്ട്രോക്ക് വന്ന് കുറച്ച് പ്രയാസത്തിലാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്ട്രോക്കൊക്കെ ഇപ്പൊ പെട്ടെന്നാണ് ആൾക്കാർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആ സഹോദരന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന്റെ ശാരീരിക പ്രയാസങ്ങൾ എത്രയും പെട്ടെന്ന് ശിഫ നൽകുമാറാകട്ടെ, ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ സജീവമായി നമ്മുടെ പള്ളിയുടെ കാര്യത്തിൽ ഇടപെടുന്ന ഒരു സഹോദരന്റെ മകൻ ഇപ്പോഴും മംഗലാപുരം ഹോസ്പിറ്റലിൽ സ്ട്രോക്ക് വന്ന് 24 വയസ്സുകാരൻ കിടപ്പിലാണ്. സഹോദരങ്ങളെ, നമ്മുടെ പ്രായം ആലോചിക്കങ്ങള്, നമ്മൾ അൽഹംദുലില്ലാ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇവിടെ എത്തി എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. നമ്മളെക്കാൾ എത്രയോ താഴെയുള്ളൊരു കുട്ടിയാണ്. ആ സഹോദരന്റെയും ശാരീരിക പ്രയാസങ്ങൾ അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ ആരുടെയെങ്കിലും ഒരു ആമീൻ സ്വീകരിച്ചാൽ മതിയോ ആ കട്ടിൽ വന്നിട്ട് ഇങ്ങോട്ട് പോരാ. അതുകൊണ്ടാണ് ഇത്തരം പവിത്രമായ സദസ്സുകളിലൊക്കെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഞാൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്ത് പറഞ്ഞത് അറിയങ്ങള്, നമ്മൾ ബിസ്മി ചൊല്ലി തുടങ്ങേണ്ടത് എന്തിനാന്ന് വെച്ചാല്, എന്ത് കാര്യത്തിനും അള്ളാന്റെ സഹായമില്ലാതെ, പ്രപഞ്ചനാഥന്റെ സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ നമുക്കാർക്കും സാധ്യമല്ല, അല്ലെ? അതുകൊണ്ടല്ലേ ഈ ലോകത്ത് കടന്നു വന്ന ജിന്നുകളെക്കാൾ, ഇൻസുകളെക്കാൾ, എന്തിനേറെ മലായിക്കത്തുകളെക്കാൾ അധികം അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള സകല ചരാചരങ്ങളെക്കാൾ അചേതനമാകാം സചേതനമാകാം ഏത് സൃഷ്ടിവർഗങ്ങളെക്കാളും അല്ലാഹു ഒരുപാട് ഉന്നതിയിൽ കൊണ്ടുപോയി ആദരിച്ച മനുഷ്യനാണ്
നമ്മുടെ കരളായ, നമ്മുടെ ജീവനായ, നടത്തത്തിലും ഇരുത്തത്തിലും മനക്കത്തിലും മടക്കത്തിലും ശ്വാസോച്ഛ്വാസങ്ങളിൽ വരെ നമ്മൾ പിൻപറ്റാൻ പഠിപ്പിക്കപ്പെട്ട നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന് ഹിറാഇ എന്ന് പറയുന്ന ഗുഹയുടെ ഉള്ളിൽ ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിന്റെ വിശുദ്ധ ഖുർആനിന്റെ വചനാമൃതങ്ങൾ അല്ല ഇറക്കിക്കൊടുത്തപ്പോൾ ആദ്യമായി അല്ല കൊടുത്ത വചനത്തിൽ ബിസ്മിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ബിസ്മിയുണ്ട്. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നാണ് ആ കൊച്ചു വചനത്തിൽ അള്ളാഹു പറഞ്ഞത്. എന്താണ് ആശയം പറയുന്നത്? അത്യുദാരനായ നിന്റെ നാഥന്റെ നാമത്തിൽ ബിസ്മില്ലാ, ആ നാഥന്റെ നാമത്തിൽ നീ വായിക്കുക. അവിടുന്നാണ് ഈ കണ്ട മാറ്റങ്ങളൊക്കെ ഉണ്ടായത്. മഹാ അനുഗ്രഹം തന്നെയല്ലേ ഇസ്ലാമിൽ ഉണ്ടായത്. പിന്നീട് എന്തേ കാരണം? ആ മഹത്തായ വചനം കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് എന്നുള്ളത് കൊണ്ടാണ് പണ്ഡിതന്മാര് പറയുന്നത്. നിങ്ങൾക്കറിയോ, ഇപ്പൊ ബിസ്മി എന്തിനെന്നുള്ളതിന് നമ്മൾ ഉത്തരം പറഞ്ഞു. ഇനി ബിസ്മി ചൊല്ലുന്നതിന്റെ ഇസ്ലാമിക ഹുക്കും എന്താണ്? രണ്ടാമത്തെ അതാണ്. ബിസ്മി ചൊല്ലുന്നതിന്റെ വിധി എന്താണ്? ഏതൊരു നല്ല കാര്യത്തിന്റെയും മുന്നേ ഈ ബിസ്മി ചൊല്ലൽ അതിന്റെ വിധി എന്താണെന്ന് ചോദിച്ചാൽ അത് മുഅക്കദായ പ്രബലമായ സുന്നത്താണ്, പ്രതിഫലം കിട്ടുന്നൊരു നന്മയായി പഠിപ്പിക്കപ്പെട്ടതാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ കഴിഞ്ഞുപോയ മഹാപണ്ഡിത കേസരിയാണ് ഇമാം ഇബ്നുൽ ബത്വാൽ റഹിമഹുല്ലാഹ്. അദ്ദേഹം പറയുകയാണ്, അന്ന തസ്മിയത ഇൻദ ഇബ്തിദാഇ കുല്ലി അമലിൻ മുസ്തഹബ്ബ. ഏതൊരു പ്രവൃത്തിയുടെ തുടക്കത്തിലും ബിസ്മി ചൊല്ലൽ മുസ്തഹബ്ബാണ്. ഏതൊരു പ്രവൃത്തിയുടെ തുടക്കത്തിലും, അതും സൽപ്രവൃത്തിയാണ് ഇവിടെ ഉദ്ദേശം, ഏതൊരു നല്ല കാര്യത്തിന്റെയും തുടക്കത്തിൽ ബിസ്മി ചൊല്ലൽ മുസ്തഹബ്ബാണ്. മുസ്തഹബ് എന്ന് പറഞ്ഞാല് സുന്നത്താണ്. തബറുക്കൻ ബിഹാ വ ഇസ്തിഗ്ഫാറൻ അന്നല്ലാഹ സുബ്ഹാനഹു ഹുവൽ മുയസ്സിറു ലിദാലിക്കൽ അമൽ വൽ മുഈനു അലൈഹി എന്നാണ്. എന്താ അദ്ദേഹം പറയുന്നത്? അതിലൂടെ ബറക്കത്ത് ആഗ്രഹിക്കാനും ആ ജോലി എളുപ്പമാക്കി തരാനും അതിനെ സഹായിക്കുവാനും അള്ളാഹുവെ നീ മാത്രമുള്ളൂ എന്ന് ഹൃദയത്തിൽ ബോധ്യപ്പെടുത്താനുമാണത്രേ ആ ബിസ്മി കൊണ്ട് തുടങ്ങാൻ നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി ചില ആളുകൾക്ക് എല്ലാ രംഗത്തും ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് മുഴുവനായി പറയേണ്ട ആവശ്യമില്ല. അതിന്റെ ഉച്ചാരണത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നതായി നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും എളുപ്പമുള്ള രൂപത്തിൽ തന്നെ നമുക്കതിനെ ചുരുക്കി പറയാമെന്നാണ്. ബിസ്മില്ലാ. ഇസ്ലാമിൽ അധിക രംഗത്തും തുടക്കം പറയേണ്ടത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് മുഴുവനായി പറയേണ്ടതില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാ, അവിടെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് മുഴുവൻ ചൊല്ലാൻ പഠിപ്പിച്ചിട്ടില്ല. വുളൂ ചെയ്യുമ്പോൾ ബിസ്മില്ലാ. ചില ആൾക്കാരാണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പഠിപ്പിച്ചോടത്ത് നിന്നാ മതി. നമ്മൾ എന്ത് ചെയ്യണ്ട? നബിനേക്കാൾ വലിയ മുത്തക്കിയാണ്ട. അതുപോലെ തന്നെ എന്ത് നല്ല കാര്യം ഇപ്പോ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പൂർണ്ണമായി സാധാരണ നബി പറയാറുള്ളത് കത്തുകൾ എഴുതുമ്പോഴാണ്. രാജാക്കന്മാർക്ക് കത്തുകൾ എഴുതിയത് ചരിത്രത്തിലുണ്ട്. നമ്മുടെ നേതാവ് ആ കത്ത് എഴുതുമ്പോൾ വിശുദ്ധ ഖുർആനിൽ തന്നെ സുലൈമാൻ നബിയുടെ കത്തിനെ കുറിച്ച് എന്താ പറഞ്ഞ്? ഇന്നഹു മിൻ സുലൈമാൻ. ബിസ്മില്ലാഹി റഹ്മാൻ റഹീം കത്തുകളുടെ ആദ്യത്തിൽ പൂർണ്ണമായി വന്നിട്ടുണ്ട്. അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ ലളിതമായ ഉച്ചാരണം ബിസ്മില്ലാ. എന്തുകൊണ്ടാണത്രേ എല്ലാ സമയത്തും ആദ്യം തുടങ്ങേണ്ടുന്ന ഈ മഹത്തായ ഈ വാചകം ഇത്ര ലളിതമാക്കിയത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞെടുത്ത് കാണാം. ഇസ്ലാമിക ചരിത്രത്തിൽ കഴിഞ്ഞുപോയ മഹാപണ്ഡിതനാണ് ഇമാം ഖുർത്തുബി, അല്ലെ? അദ്ദേഹത്തിന്റെ തഫ്സീറുൽ ഖുർത്തുബി നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. അറിയപ്പെട്ട ഗ്രന്ഥമാണ്. ആ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം. എന്തുകൊണ്ടാണ് അത്ര ഉച്ചാരണം എളുപ്പാക്കിയത്? അള്ളാഹുവിന്റെ ഇസ്മുകളിൽ, ജലാലത്തിന്റെ ഇസ്മുകളിൽ നാവ് കൊണ്ട് പറയാൻ ചുണ്ടുപോലും കൂട്ടാതെ എളുപ്പത്തിൽ പറയാൻ പറ്റിയ ഒരു പേരുണ്ടെങ്കിൽ അത് അല്ലാഹ് എന്നാണ്. ചുണ്ടുപോലും കൂട്ടണ്ട, ആ പണി പോലും എടുക്കണ്ട. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വന്ന അള്ളാഹുവിന്റെ നാമമാണ് അല്ലാഹ്. അല്ലാഹ് അത് വലിയ വിശദീകരണം അറിയിക്കുന്ന നാമാണ്. അൽ മഅ്ലൂഹ് എന്നാണ് അതിന്റെ അർത്ഥം. ആരാധിക്കാൻ അർഹതപ്പെട്ടവനാരാണോ അവനാണ് അല്ലാഹ്. ആ നാമമാണ് അല്ലാഹു ഈ വചനത്തിൽ കൊണ്ടുപോയി ഫിറ്റ് ചെയ്തതെന്നാണ്. അതുകൊണ്ട് ബിസ്മില്ലാ അത്ര എളുപ്പമാണ് പറയാൻ. ഒരു സെക്കൻഡ് വേണോ? അതിനത്ര ലളിതമാക്കിയത് എന്തിനാ? ഇമാം ഖുർത്തുബി പറയാണ് കാരണം ജനങ്ങൾക്കിടയിൽ ഒരു മുഅ്മിൻ എന്നുള്ള നിലക്ക് ഏറ്റവും കൂടുതൽ അധികം ആവർത്തിച്ചൊരു ദിവസം ഒരു മുസ്ലിം പറയുന്ന വാക്കാണ് ബിസ്മില്ലാ.
അതുകൊണ്ട് തന്നെ അതിനെ ഏറ്റവും ലളിതമാക്കിയത് റബ്ബിന്റെ കാരുണ്യാണെന്ന് പറയുന്നത്. അല്ല കുറച്ച് കടിച്ചാ പൊട്ടാത്ത വലിയ സുദീർഘമായ ഒരു ദുആ ആയിരുന്നെങ്കിൽ നമുക്കത് എളുപ്പത്തിലെടുത്ത് പ്രയോഗിക്കാൻ കഴിയോ? റബ്ബിന്റെ കാരുണ്യം എല്ലായിടത്തും കാണാൻ പറ്റും. ബിസ്മില്ലാഹ് അവിടെ വല്ലാത്തൊരു ഹക്കാണ്, അല്ലാഹുവേ നിന്റെ നാമം കൊണ്ടെന്നാണ്. ഇനി മാത്രല്ല, എഴുത്തിലും പ്രവൃത്തിയിലുമുള്ള ഇസ്ലാമിന്റെ ഈ വാചകത്തിന്റെ രൂപം പണ്ഡിതന്മാരെ എഴുത്തിലും പ്രവൃത്തിയിലുമുള്ള അതിന്റെ രൂപം എന്താന്ന് ചോദിച്ചാൽ, അല്ലെ, എഴുത്തിലാണോ ബിസ്മി മുഴുവനായിട്ട് എഴുതണം എന്നാണ്. 10 കത്തൊക്കെ എഴുതും എന്നർത്ഥം പറയല്ലേ. അതല്ല ഉച്ചാരണത്തിലാണോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുഴുവൻ പറയേണ്ട, ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ മതി എന്നാണ്. വിശുദ്ധ ഖുർആനിൽ ഉച്ചാരണം പറയുന്ന ഭാഗത്ത് നമുക്ക് കാണാം, സൂറത്ത് തൗബ. തൗബ ഒഴികെയുള്ള എല്ലാ അധ്യായത്തിന്റെ ആദ്യത്തിലും നമ്മൾ ഉച്ചാരണം നടത്തുമ്പോൾ എന്ത് വേണം? ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ പോരാ. അവിടെ നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തന്നെ പറയണം. അവിടെ ബിസ്മില്ല പറഞ്ഞ പോരാ. തൗബ ഒഴികെയുള്ള എല്ലാ അധ്യായങ്ങളും. ഇപ്പൊ ചില ആൾക്കാർക്ക് ഇപ്പോഴും ഡൗട്ടാണ്, എന്താ ഉസ്താദ് തൗബയിൽ ബിസ്മില്ലാത്തത്? ഇതുവരെ അന്വേഷിച്ചിട്ടൊന്നുമില്ല. ഇല്ല, അത്രയും നല്ലത് ചെല്ലണ്ടല്ലോ. അവിടെ നിന്നു. അതിന്റെ അപ്പുറത്ത് എന്താണ് ബിസ്മില്ലാത്തതെന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? സത്യസന്ധമായി പറഞ്ഞാല് 2 കാരണമാണ്. കേട്ടോളി. ഇനി ഇവിടെ ഓരിമുക്ക് പള്ളിയിൽ കുത്തുബ കേട്ടുപോയ ഒരാളും ഇങ്ങനെ ആരെങ്കിലും നമ്മോട് ചോദിച്ചാൽ ഉത്തരം പറയാതിരിക്കാൻ പറ്റൂല. തൗബയിൽ ബിസ്മില്ലായിരിക്കാൻ 2 കാരണമുള്ളത്. ഒന്ന്, തൗബയുടെ തൊട്ടു മുമ്പുള്ള അധ്യായം സൂറത്ത് അംഫാലാണ്, 8ാമത്തെ അധ്യായം. തൗബ 9. സൂറത്തുൽ അംഫാലിന്റെ ബാക്കിയാണെന്ത്? തൗബ. ജീവിതത്തിൽ ഇന്ന് വരെ കേട്ടിട്ടുണ്ടാവില്ല ചിലപ്പോ. ഇൽമ ഞാൻ വലിയ ആളായിട്ട് പറയല്ല കേട്ടോ, ഞാന് ചില അറിവിനെ കുറിച്ച് പറഞ്ഞതാണ്. സൂറത്തു അംഫാലിന്റെ ബാക്കിയാണെന്ത്? നിങ്ങൾ വായിച്ചു നോക്കിക്കോളി. സൂറത്ത് ഞാൻ പറഞ്ഞല്ല, ഉലമാക്കൾ പറഞ്ഞതാണ്. സൂറത്തു അംഫാലിൽ കുറെ യുദ്ധ നിയമവിധികളും കുറെ മുനാഫിക്കുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പറയുമ്പോൾ ആ വിഷയത്തെ തുടർന്ന് പറയുമ്പോൾ 8, 9 ചേർത്തുകയാണല്ലോ. പക്ഷെ ഒരു അധ്യായക്കേനെ മാറ്റിയെന്ന് മാത്രം. അതുകൊണ്ടാണ് അംഫാലിൽ ചൊല്ലിയ ബിസ്മി തന്നെ എവിടെ മതി? തൗബയിൽ മതി. രണ്ടാമത്തത്, ബിസ്മി ഇല്ല എന്ന് പറയാൻ കാരണം സൂറത്തു തൗബയിൽ അധികമായി അള്ളാഹു സംസാരിക്കുന്നത് മുനാഫിക്കുകളുടെ ദുഷ്പ്രവൃത്തികളെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ഓല കഥ വായിക്കുമ്പോൾ ഒരു ബിസ്മി ഒന്നും ഓല അവിടെ അർഹിക്കണില്ല. അതുകൊണ്ടാണ് അവിടെ ബിസ്മി ഇല്ലാത്തത്. നമ്മൾ വിചാരിച്ചെന്താ, അവിടെ ബിസ്മി ഇല്ല ചെല്ലണ്ടല്ലോ, എളുപ്പമായി, അൽഹംദുലില്ലാഹ് അല്ലേ? അപ്പൊ അതുകൊണ്ട് പണ്ഡിതന്മാർ അത് പറഞ്ഞു. പിന്നെ ഇന്നലെ മിഞ്ഞാന്നിട്ട് ഒരാൾ എന്നോട് ചോദിക്കേണ്ട ഈ തൗബയുമായി ബന്ധപ്പെട്ട ബിസ്മിന്റെ വിഷയത്തിലെ, ഉസ്താദ് തൗബന്റെ എടീന്ന് ഓതുകയാണെങ്കിൽ അവിടെ ബിസ്മി ഓതണോ? ആദ്യമൊക്കെ വേണ്ട, എടീന്ന് ഓതുകയാണെങ്കിൽ വേണോ? എന്താ ചെറിയ ചെറിയ മസാലകളൊക്കെ ചോദിക്കാറുണ്ട്. ആരെ ചോദിച്ചത് നിങ്ങൾക്ക് ഓർമ്മയൊന്നുമില്ല, ആരെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഉത്തരം എന്താണെന്ന് നിങ്ങള്, സൂറത്ത് തൗബയുടെ ഇടയിൽ നിന്ന് എന്നല്ല, ഖുർആൻ എവിടെ അടിയെന്ന് ഓതിയാലും ബിസ്മി ഓതേണ്ട ആവശ്യമില്ല. നിങ്ങൾ ബക്കറിന്ന് അടിയെന്ന് ഓതിക്കോ, ബിസ്മി വേണ്ട. വിശുദ്ധ ഖുർആൻ ബിസ്മി ഓതാൻ പഠിപ്പിക്കപ്പെട്ടത് 2 സൂറത്തുകൾക്കിടയിലാണ്, സൂറത്തിന്റെ ആരംഭത്തിൽ മാത്രം. പക്ഷെ നമ്മള് പണ്ടേ പഠിച്ചു വെച്ചൊരു പൊട്ടത്തരം എന്താ, എവിടുന്ന് ഓതുമ്പോഴും ബിസ്മി ഓതണം എന്നാണ്. ഇല്ല, അവിടെ പ്രവാചക സുന്നത്ത് എന്താ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ഹബീബിന്റെ സുന്നത്ത് ഖുർആനിന്റെ ഇടയിൽ ഓതുന്നുണ്ടോ ബിസ്മി അല്ല വേണ്ടത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. കേട്ടാ, അഊദു ചൊല്ലിയിട്ടാണ് എടീന്ന് തുടങ്ങേണ്ടത്. അപ്പൊ ഇനി തൗബന്റെ എടീന്ന് ഓതുമ്പോ എന്ത് വേണ്ട? തൗബ എന്നല്ല, ഏത് സൂറത്തിന്റെ എടീന്ന് ഓതുമ്പോഴും ബിസ്മി അല്ല വേണ്ടത്, അഊദുവാ വേണ്ടത്. തൗബയുടെ സ്റ്റാർട്ടിങ്ങിൽ ബിസ്മി വേണ്ടേനും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു. ഇങ്ങനെ ബിസ്മിയുമായി ബന്ധപ്പെട്ട് ചില മസ്തലകളൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കുല്ലു മ്രിഇൻ ദീ ബാലിൻ ലാ യുബ്ദഉ ഫീഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാ എന്ന് പറയുന്ന വാക്കുകൊണ്ടല്ലാതെ നിങ്ങൾ ഒരു നന്മയും തുടങ്ങരുത് എന്നാണ്. എത്ര കൊല്ലായി കടയുടെ ഷട്ടർ പൊന്തിക്കാൻ തുടങ്ങിയിട്ട്, എത്ര കൊല്ലായി വണ്ടി എടുക്കാൻ തുടങ്ങിയിട്ട്, എത്ര കൊല്ലായി ഡ്രസ് ഇടാൻ തുടങ്ങിയിട്ട്, എത്ര കൊല്ലമായി വീട്ടിൽ കയറാൻ തുടങ്ങിയിട്ട്. ഇവിടൊക്കെ നമ്മൾ പറയേണ്ടതായിരുന്നു അത്. ചെറിയ എഫക്റ്റ് അല്ല നമ്മുടെ ജീവിതത്തിൽ അതൊന്നും ഉണ്ടാക്കുന്നത്, ചെറിയ എഫക്റ്റ് അല്ല. ഹബീബ് പറഞ്ഞെന്താ, ഒരു വ്യക്തി ബിസ്മി കൊണ്ട് നല്ല കാര്യം ആരംഭിച്ചില്ലെങ്കിൽ, കേട്ടോ, അതാണ് ഇതിൽ ഖുത്ബയിൽ ഏറ്റവും ഹൈലൈറ്റ്. അതാണ്, ബിസ്മി കൊണ്ടൊരു ഒരു നല്ല കാര്യം ആരംഭിച്ചില്ലെങ്കിൽ ഫഹുവ അബ്തർ. ആമാന അബ്തർ. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തല്ല ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, അതിന്റെ അവസാനത്തിൽ കാണാം അല്ലേ, ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. മക്കക്കാരൻ നബിനെ കളിയാക്കി ട്രോളി വിളിച്ച പേരാണ്. മക്കക്കാരൻ നബിനെ കളിയാക്കി വിളിച്ച പേരാണ് അബ്തർ, വാലറ്റവൻ. അതായത് അറ്റുപോയി, ഒന്നിനും പറ്റാത്തവൻ.
മുത്തനബി പറഞ്ഞ എന്താ? ബിസ്മി ചൊല്ലി നല്ല കാര്യം തുടങ്ങാത്ത വാലറ്റവനാണ്. അള്ളാഹു നമ്മളൊക്കെ കാക്കുമാറാകട്ടെ. ഈ മഹത്തായ വചനം കൊണ്ട് നന്മകൾ തുടങ്ങാൻ. ഇന്നത്തെ ഖുത്ബ കൊണ്ട് അത് മാത്രമേ ഉദ്ദേശിച്ചു. ഈ സുന്നത്തിനൊന്ന് ജീവിപ്പിക്കുക, ഈ സുന്നത്തിനെ ഒന്ന് ജീവിപ്പിക്കുക. മാത്രമല്ല വേറെ റിവായത്തിൽ വന്നെന്തറിയാം, അജിതം ഔ അഖ്തഉ എന്നാണ്. അതായത് ബറക്കത്തഖിലം ആ നന്മ തുടങ്ങിയിട്ട് ബിസ്മി ചൊല്ലിയിട്ട് തുടങ്ങിയില്ലേ, ഓനവിടെ പണിയെടുക്കുന്നിടത്തോളം സമയം ബറക്കത്തില്ല എന്നാണ്. പിന്നെ എന്തിനാ തലകുത്തി മറിയേണ്ട കാര്യം? അപ്പൊ അൽഹംദുലില്ലാഹ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് എല്ലാ നല്ല കാര്യം തുടങ്ങുമ്പോഴും ബിസ്മില്ല കൊണ്ട് തുടങ്ങാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീർ ഇബ്നു കസീറിൽ പറഞ്ഞതായി കാണാം, തസ്മിയത്തു ലില്ലാഹി തആല മശ്റൂഅത്തുൻ ഫീ കുല്ലി അമലിൻ വഖൗലിൻ. ശറഅക്കപ്പെട്ട കാര്യമാണെന്ത്? എന്ത് നല്ല കാര്യം പറയുമ്പോഴും ചെയ്യുമ്പോഴും ബിസ്മി ചൊല്ലണം എന്നുള്ളത്. ഇമാം ഇബ്നുൽ ഖയ്യിം ഇത് കേൾക്കണം കേട്ടോ. ഇബ്നുൽ ഖയ്യിമിന്റെ വല്ലാത്തൊരു വാക്കാൻ ബിസ്മിയുടെ ബറക്കത്തിനെ കുറിച്ച് അദ്ദേഹം പറയാണ്, അള്ളാഹുവിന്റെ നാമം ഏതൊരു തുച്ഛമായ കാര്യത്തിൽ, ചെറുതായ കാര്യമാണെങ്കിൽ പോലും അതിൽ നിങ്ങൾ ചൊല്ലുകയാണോ, ആ നന്മയിൽ, ആ പ്രവൃത്തിയിൽ ബറക്കത്ത് കിട്ടാതിരിക്കൂല എന്നാണ്. അത്ര കനുള്ള വാക്കാണ് ബിസ്മി. എന്താ പറഞ്ഞത്? ഏത് ചെറിയ കാര്യം തുടങ്ങുമ്പോഴും, ഇപ്പൊ ചെരുപ്പിടുമ്പോ പോലും ബിസ്മില്ല ചൊല്ലിയിടുക. നല്ല കാര്യമല്ലേ നമ്മൾ ചെയ്യണം. എവിടെയും ചൊല്ലാം നമുക്ക്, അല്ലേ? വാഹനത്തിൽ കയറുമ്പോ നമ്മൾ പറയാറില്ലേ, ബിസ്മില്ല സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ. സുബ്ഹാനല്ലദിന്റെ അവിടെ നല്ലത് തുടങ്ങണം. ബിസ്മില്ല എന്ന് പറഞ്ഞിട്ടാ തുടങ്ങണം. പക്ഷെ നമ്മളത് വിട്ടുപോയി, പഠിച്ചില്ല. വണ്ടി കയറുമ്പോ കണ്ടോ, ആ യാത്രയിൽ അപകടങ്ങൾ ഉണ്ടാവില്ല, പടച്ചോന്റെ കാരുണ്യം ഉണ്ടാവും പറയണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയണം, അതിൽ ബറക്കത്ത് ഉണ്ടാവുന്ന. മാത്രമല്ല സുദീർഘമായ തന്റെ ഈ ദൂരത്തിന്റെ ആധിക്യം ആലോചിച്ച് ക്ഷീണം ഈ സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് ഉലക്കുന്നുണ്ടെങ്കിൽ ആ യാത്ര അള്ളാഹ് എളുപ്പമാക്കി തരും. ബിസ്മില്ലിന് തുടങ്ങിയാലേ അത്രയും വലിയ പവറുണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ. ആ വാക്കിനെയും നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല ഈ വാക്കുണ്ടല്ലോ, എന്തെങ്കിലും ഭയം നിങ്ങൾ അലട്ടുന്നുണ്ട് എങ്കിൽ, എന്തൊരു കാര്യം ചെയ്യാൻ പോകുമ്പോ പേടി, നല്ല കാര്യത്തെ കുറിച്ച് പറയണം, പേടി നിങ്ങൾ അലട്ടുന്നുണ്ട് എങ്കിൽ ആ പേടി ഈ വാക്കിലൂടെ അള്ളാഹു ദൂരീകരിക്കുന്നു. ആ പേടിയെ ഈ വാക്കുകൊണ്ട് അള്ളാഹു ദൂരീകരിക്കാതിരിക്കുകയില്ല. അത് വലിയൊരു ആശ്വാസത്തിന്റെ വാക്കാണെന്ന് പറഞ്ഞത് ബിസ്മില്ല എന്ന് പറഞ്ഞാൽ. പക്ഷെ നമ്മള് ഭക്ഷണം കഴിക്കുമ്പോൾ ചൊല്ലുന്നു, അല്ലെ? ബാത്റൂമിൽ കയറുമ്പോഴും ബിസ്മില്ല എല്ലാം പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ബിസ്മില്ല അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. പക്ഷെ നമ്മള് ചൊല്ലുന്നുണ്ടെങ്കിൽ തന്നെ ചില ആൾക്കാർ ഇവിടുന്ന് ചൊല്ലുക, അല്ലെ? ഞാൻ നേരത്തെ പറഞ്ഞ ബിസ്മില്ല ഒഴിവാക്കിയിട്ട ചൊല്ലുക. എന്തിനാ ബിസ്മില്ല ചൊല്ലുന്നത്? ബാത്റൂമിൽ കയറുമ്പോ ബിസ്മില്ല ചൊല്ലുന്നതിലൂടെ പിശാചിന് നിങ്ങളുടെ ഔറത്തിൽ നിന്ന് മറയിടുന്നതാണ്. നമ്മുടെ ഔറത്ത് പ്രകടമാക്കുന്ന സ്ഥലമാണ് അവിടെ. അപ്പൊ പിശാച് കണ്ട് അവന്റെ കൂട്ടാളികളെ കൂടെ ചിരിക്കുമെന്ന് ഹദീസിലുണ്ട്. അത് വഹയാണ്. അവന്റെ കണ്ണിന് മറയിടും. വസ്ത്രം ഊരുമ്പോ ബിസ്മില്ല എല്ലാം പറഞ്ഞിട്ടുണ്ട്. വസ്ത്രം അഴിക്കുമ്പോ ബിസ്മില്ല. എന്തിനാ? ഔറത്ത് പിശാച് കാണാതിരിക്കാൻ. ചിലപ്പോ ബെഡ്റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മാറ്റിണ്ടാവുക, പിശാച് അവിടെ എത്തും. ബിസ്മില്ല വീട്ടിൽ കയറുമ്പോ ചെല്ലാൻ പറഞ്ഞതിനാ? പിശാചിനെ പുറത്ത് നിർത്താനുള്ള പവർ ഉണ്ടാവാക്കിനാണ്. ജിന്നിൽപ്പെട്ട മലക്കിൽപ്പെട്ട ഓരോ കരീനുണ്ട് നമ്മളെ കൂടെ എന്ന ഹദീസിൽ കാണാൻ പറ്റും. മലക്ക്, ആ കരീനായ കൂട്ടുകാരനായ മലക്ക് നമ്മളെ നന്മയിലേക്ക് മാത്രമേ വഴി നടത്തുള്ളൂ. ശൈത്താൻ അങ്ങനെയല്ല. ഭാര്യയുമായി സ്വകാര്യ സമയങ്ങൾ പങ്കിടുമ്പോൾ വരെ ഒരു ഉളുപ്പില്ലാതെ നമ്മളെ കൂടെ ബെഡ്റൂമിൽ കയറുന്ന ആളാ ശൈത്താൻ. നമ്മളെ കൂടെയുള്ള കരീൻ.